നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഓക്കെ, ഇന്നലെ ഇടാൻ പറ്റിയില്ല ആക്ച്വലി, മറ്റേ തന്നെ. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻ്റെ അതൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. 7/7 പോർട്ടലിൻ്റെ ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പിൽ ഈ 7/7 പോർട്ടൽ ഓക്കെ നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, മാറ്റങ്ങൾ വരുമോ? ശരിക്കും ഇതൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സമയമാണ് ഇങ്ങനത്തെ പോർട്ടൽസ് ഒക്കെ. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് ആൻഡ് മുന്നോട്ട് നമുക്ക് എന്താണ് നിങ്ങളൊക്കെ നോക്കാം. ഓക്കെ, പേഴ്സണിൻ്റെ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ്, 9 of Swords, ടവർ, King of Wands, 3 of Swords. ആക്ച്വലി ഗൈഡൻസ് കൂടി കണ്ടോളൂ. ഗൈഡൻസും ഇന്ന് കുറച്ച് റിലേഷൻഷിപ്പ് പോലെയാണ് വന്നത്, സോ അതുകൂടി ഒന്ന് കണ്ടോളൂ. Hermit, ഓക്കെ. ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ കറണ്ട് ഫീലിങ്സിൽ എനിക്ക് ഫീലിങ്സ് കാണുന്നത് എനിക്ക് 9 of Swords ആണ്. ഒന്ന് റിഗ്രറ്റ്, ടെൻഷൻ എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷനോ ബ്രേക്കപ്പോ വന്ന് കാണാം. റീസെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അകൽച്ച ആയിരിക്കാം. കാരണം ഇവിടെ ഹെർമിറ്റും ഉണ്ട്, 3 of Swords ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് കുറച്ചായിട്ട് തന്നെ അകൽച്ചയിലായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്കപ്പ്, ടോട്ടൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ പോലും പേഴ്സൺ സൈലൻ്റ് ആയിട്ടോ മാറി നിന്നിട്ടോ അങ്ങനെയുള്ള ചില ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനോ വല്ലതും ആയിരിക്കാം. എനിക്ക് ഇവിടെ പേഴ്സൺ പക്ഷേ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആദ്യത്തെ കാർഡ് തന്നെ വന്നത് ഓവർ തിങ്കിങ്, റിഗ്രറ്റ് എന്നൊക്കെ പറയാം. പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, ഓർത്ത് അവർക്ക് ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ വിഷമങ്ങളുണ്ട്, സ്ട്രെസ് ഉണ്ട്, അവർക്ക് ഒരു കുറ്റബോധമുണ്ട്. അവർ നിങ്ങളോട് ചെയ്ത ന്യായമല്ല എന്ന് തീർച്ചയായിട്ടും അവർക്കറിയാം. ഓക്കെ, അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തെറ്റ് ചെയ്തു എന്നുള്ള റിഗ്രറ്റ് ഉണ്ട്. അതിപ്പോൾ ഇപ്പോൾ വേദനിപ്പിച്ചായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തിട്ടുള്ള റിഗ്രറ്റ് ആയിരിക്കാം. എപ്പോഴും നിങ്ങൾ അവർ പാസ്റ്റിൽ വേദനിപ്പിച്ച് കാണാം. ഓക്കെ, അതിനെ ഓർത്ത് അവർക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ കിങ് ഓഫ് വോൺസ് ആണ്. കിങ് ഓഫ് വോൺസ് എനർജി എന്ന് പറയുമ്പോൾ പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളോട് ഒരുപാട് പാഷനേറ്റ് ആയിട്ടൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഈ സിറ്റുവേഷനൊക്കെ ഒന്ന് ബെറ്റർ ആക്കി എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണം, അവർക്കൊരു ധൈര്യത്തോടെ ഒരു ആക്ഷൻ എടുത്തിട്ട് വരണം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ബട്ട് സൈലൻ്റ് ആണ്. ഓക്കെ, കാരണം അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാൻ അപ്പോൾ അവർക്ക് സാധിക്കില്ല. ഇപ്പോൾ അവർ സ്വയം ഇരുന്ന് ഒന്ന് മാറിയിരുന്ന് ചിന്തിക്കുകയാണ്. ഓക്കെ, അവർ ചെയ്ത കാര്യങ്ങൾ, അവർ ചെയ്തു പോയ തെറ്റുകൾ, അവർ ചെയ്തു പോയ മിസ്റ്റേക്സ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായ ഇഷ്യൂസ്, അതിനെയൊക്കെ ഓർത്ത് അവർ ആ ഒരു കുറ്റബോധത്തിൽ ഇരുന്നിട്ട് അവരിപ്പോൾ സ്വയം ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്ന ഫീലിങ്സിൽ. ഓക്കെ, ഓക്കെ, വേറെന്താണ് ഇവരെ ഫീലിങ്സ് എന്ന് നോക്കാം കുറച്ചുകൂടി. ഓക്കെ, സോറി. 2 of Pentacles, Hierophant, 8 of Pentacles, Queen of Wands. Wow, couple, Star, awesome. നിങ്ങൾ ഇവിടെ ഒരു കപ്പിളായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. ഓക്കെ, അവർക്കറിയാം ദാറ്റ് അവർ ലൈഫിൽ മാച്ചായിട്ട് നിൽക്കുന്നത് നിങ്ങളാണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, നിങ്ങളെ അവർ ആ ഒരു നമ്മൾ പറയില്ലേ, എനിക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്ന് പറയില്ലേ, ആ രീതിക്കാണ് അവർ നിങ്ങളെ കാണുന്നത്. 2 of Pentacles ഉണ്ട്, പക്ഷെ ഇവിടെ ജഗ്ലിംഗ് കാണുന്നുണ്ട്, ഹൈറോഫന്റ് ഉണ്ട്. സോ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്ന് പറയാം. സ്പിരിച്വൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു സ്പിരിച്വൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു സാധാരണ ഒരു ബന്ധമല്ല എന്നുള്ള അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനാണ്. ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ലൈക്ക് ഒന്നിച്ച് വീണ്ടും ഒന്നിക്കണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഹീലിംഗ് കൊണ്ടുവരണം എന്നാണ്. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മുൻപ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ഹീലിംഗ് കൊണ്ടുവരണം. അതായത് അവരുടെ എനർജി ലൈക്ക് അവർ ആ ഒരു സ്നേഹമോ കെയറോ ഒക്കെ കാണിച്ച് അവർ നിങ്ങൾ ഒരു സമാധാനത്തോടെ ഒരു മുന്നോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ലൈഫിലും ഒരു ഹീലിംഗ് എനർജി നിങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആവാം. യെസ്, തേർഡ് പാർട്ടി. കുറച്ച് പേർക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ചോയ്സ് എനിക്ക് കാണുന്നുണ്ട്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് കേട്ടോ. ഓക്കെ, മേ ബി ഒന്ന് നിങ്ങൾ മാരീഡ് ആയിരിക്കാം ഓൾറെഡി. ഓക്കെ, നിങ്ങളിപ്പോൾ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം റീഡിങ് കാണുന്നത്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, അത് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ എനർജി എടുക്കുന്നത്. ഇന്നും അത് തന്നെ കിട്ടിയിട്ട് കുറച്ച് പേർക്ക് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി, അവർ തേർഡ് പാർട്ടിയിൽ പോയിട്ടുണ്ടാവാം.
ഇവിടെ 3 ഓഫ് സോർട്സ് ഉണ്ടായിരുന്നു, നമ്മൾ 2 ഓഫ് പെന്റിക്കൽസ് ഉണ്ട്. സോ ജഗ്ലിംഗ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലവേഴ്സും ക്വീൻ ഓഫ് പെന്റിക്കൽസും ഉണ്ട്. സോ മേ ബി വേറൊരു ചോയ്സ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, ഇപ്പോഴും ഉണ്ടാവാം. ഓക്കെ, മേ ബി അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്. അതിപ്പോൾ ആരും ആവാം. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫോ ആവാം, അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി ആവാം, ഈവൻ ഫാമിലി ആവാം. ഓക്കെ, എന്തും ആവാം. സോ നമ്മളിവിടെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ബിക്കോസ് എല്ലാ എനർജിയും വരുന്നുണ്ട്, ഓരോരുത്തരുടെയും ഓരോന്നായിരിക്കും. സോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ചോയ്സ് ഉള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. യെസ്, അവർ നിങ്ങളെ കാണുന്നത് വളരെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ്, നിങ്ങളെ ഒരു കപ്പിൾ ആയിട്ടാണ് അവർ കാണുന്നത്. യെസ്, അതെല്ലാം ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇന്റർഫിയറൻസ് കൂടി എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അതും ഒരു റീസൺ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പോലെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവർക്ക് അറിയുന്നില്ല എന്താ ചെയ്യേണ്ട മുന്നോട്ട് എന്ന് അറിയുന്നില്ല. ഓക്കെ, അവർക്ക് നിങ്ങളെ ചൂസ് ചെയ്യണോ അതോ അവർ കമ്മിറ്റ്മെന്റ്സ്, ചിലപ്പോൾ ക്വീൻ ഓഫ് പെന്റിക്കൽസ് ആണ് വന്നത്. ക്വീൻ ഓഫ് പെന്റിക്കൽസ് പറയുമ്പോൾ നമ്മളിവിടെ കുറച്ചുകൂടി ഒരു കമ്മിറ്റഡ് ആയ റിലേഷൻഷിപ്പ് എന്ന് പറയും. കമ്മിറ്റഡ് ആയ ബന്ധം എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മാരീഡ്, അഗൈൻ ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടും ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതായത് ആ പേഴ്സണിനെ നമ്മൾ നോക്കണം, അവരെ കെയർ ചെയ്യണം, ബിക്കോസ് എന്തെങ്കിലും തരത്തിലൊരു നമ്മുടെ ഒരു ബാധ്യത എന്ന് പറയില്ലേ, അങ്ങനെ ആവാം. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റിസ്, യെസ്, ന്യായം. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആ തേർഡ് പാർട്ടിയുടെ മേലെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് അതങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവാം. മേ ബി നിങ്ങൾ തമ്മിലപ്പോൾ പക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അതിൻ്റെ ആ വിഷമം, കുറ്റബോധം അവർക്ക് എന്തായാലും ഉണ്ട്. അവർ പക്ഷെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്നും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഫ്യൂച്ചർ. ഓക്കെ, ഇതിൻ്റെ ഫ്യൂച്ചർ എനർജീസ് എന്തായിരിക്കും നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന്, ആൻഡ് പിന്നെ കഴിഞ്ഞിട്ട് ഒറക്കിൾ എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഫ്യൂച്ചറിലേക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക, ഒരു ആക്ഷനായിട്ട് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുമോ നോക്കാം. പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഫ്യൂച്ചറിലേക്ക് എന്താണ് നമുക്ക് കാണാൻ സാധിക്കാം. 7 ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്, 7 ഓഫ് wands, വീണ്ടും ലവേഴ്സ് സെക്കൻഡ് ടൈം. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. ഓക്കെ, യെസ്, ഇവിടെ വോൺസ് എനർജിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഏസ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം വരും എന്തായാലും. ഓക്കെ, അതിനുവേണ്ടി പേഴ്സൺ മാക്സിമം ട്രൈ ചെയ്യും. അതെങ്ങനെയെന്ന് ഇവിടെ കാണുന്ന എനിക്ക് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പേഴ്സൺ ഇവിടെ 7 ഓഫ് സോർട്സ് പറയുമ്പോൾ നമ്മളൊരു ഹൈഡിങ്, ചീറ്റിംഗ് എനർജിയൊക്കെയാണ്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ തീർച്ചയായിട്ടും. ഇപ്പോൾ തേർഡ് പാർട്ടി അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആവാം, ആരുമാവാം. ബട്ട് അതിന് അത് അവരും ആ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ടായാലും ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ ചിലവർക്ക് ഇപ്പം ആക്ച്വൽ ഫാമിലിയാണ്, ഹസ്ബൻഡ് വൈഫാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അവർക്ക് ഒഴിവാക്കി വരാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ഓക്കെ, ബട്ട് എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് ഇവിടെ ചോയ്സ് നിങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു നമ്മൾ ലവേഴ്സ് എനർജി ഐ തിങ്ക് പോയി. ഓക്കെ, ലവേഴ്സ് എനർജി ഉണ്ടായിരുന്നു. സോ നിങ്ങളെയാണ് അവർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർ ലൈഫിൽ. ഓക്കെ, അവർ നിങ്ങളെ വേണം, എന്തായാലും നിങ്ങളെ വിട്ട് കളയാൻ അവർ തയ്യാറല്ല. കാരണം ആ ഒരു സോൾ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. ആ സോൾ കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് തേർഡ് പാർട്ടി ഉണ്ട്. സോ തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുമോ എന്നുള്ളത് നമ്മളിവിടെ നോക്കിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ കാണുന്നത് പക്ഷേ തേർഡ് പാർട്ടിയുടെ മേലെ ചോയ്സ് അവർക്ക് നിങ്ങളാണ്. ഓക്കെ, ആ തേർഡ് പാർട്ടിയേക്കാൾ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കാണ് എന്നാണ് കാണുന്നത്. നിങ്ങളെ ചൂസ് ചെയ്യാനുള്ളത് അവരെന്തെങ്കിലും ലൈക്ക് ഒരു ആക്ഷൻ എടുക്കും എന്ന് കാണുന്നുണ്ട്. മജീഷ്യനാണ്. സോ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷനുമായിട്ട് വരും തീർച്ചയായിട്ടും. അതൊരു പ്രപ്പോസലുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ആയിരിക്കാം, നിങ്ങളെ മീറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാൻ അവർ തീർച്ചയായിട്ടും ഒരു സ്റ്റാൻഡ് എടുക്കും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം എന്ത് എന്നുള്ളത് നമ്മൾ അതിനിപ്പോൾ വേറൊരു റീഡിംഗ് ആയിട്ട് ഒരു ദിവസം എടുക്കാം. പക്ഷേ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോവോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് അവരെന്തായാലും നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ് എനിക്ക് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. സോൾ കണക്ഷൻ ഉണ്ട് എന്തായാലും. ഓക്കെ, ആക്ച്വലി സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എവിടെയോ എല്ലാം ഒരു സോൾ കണക്ഷൻസ് ആണ്. ഡ്രാഗൺ ഫ്ലൈ, ഓക്കെ, ഫ്ലവേഴ്സ്, ക്രാക്കർ, ഫൂൾ, യെസ്, ന്യൂ ബിഗിനിങ് ഞാൻ പറഞ്ഞു. മൊക്കാർഡ് ലാസ്റ്റ്, ഏഞ്ചൽ. ഓക്കെ, ഓ വാവ്, പ്രപ്പോസൽ. ഞാൻ എന്താ പറഞ്ഞത്, ഏസ് ഓഫ് വോൺസ് കണ്ടപ്പോൾ ഞാൻ വലിയ ഒരു പ്രപ്പോസലുമായിട്ട് പറയാനുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ
തേർഡ് പാർട്ടിയുടെ മുമ്പിൽ ഒരു സ്റ്റാൻഡ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നിങ്ങളെ പ്രപ്പോസലുമായിട്ട് സാധിക്കുന്നവർക്ക് ഒരു പ്രപ്പോസൽ എക്സ്പെക്ട് ചെയ്യാം. ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ലൈക്ക് റൊമാൻറ്റിക് തന്നെ എടുക്കാം നമുക്കിപ്പോൾ ഇവിടെ. റൊമാൻറ്റിക് ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വെഡിങ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഫുൾ കാർഡിൻ്റെ ഇവിടെ. സോ നിങ്ങൾ തമ്മിൽ ഒരു പുതിയ റിസ്ക് എടുത്തിട്ടായാലും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. അവർ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഏഞ്ചൽസ് ആർ ഗൈഡിങ് ആൻഡ് പ്രൊട്ടക്ടിങ് യു ഓൺ യുവർ സ്പിരിച്വൽ ജേർണി. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തമ്മിലുള്ളത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. അതെങ്ങനെ വിട്ടുപോകുന്ന ഒരു കണക്ഷനൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇടയിലൊന്ന് അകന്നാലും എവിടെയും വിട്ടു പോകുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, എന്തായാലും ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങളെ ശരിക്കും ഏഞ്ചൽസ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഹാവ് കോൺഫിഡൻസ് ഡ്യൂറിങ് ദിസ് ടൈം ഓഫ് ഗ്രേറ്റ് ജോയ്, റിന്യൂവൽ ആൻഡ് കണക്ഷൻ ടു സ്പിരിറ്റ്. യെസ്, നിങ്ങൾ ഇപ്പോൾ ഒരു പ്രതീക്ഷ വെക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു സന്തോഷം വരും എന്നുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. ഓക്കെ, മാറ്റങ്ങൾ വരാൻ പോകുന്നു, ചേഞ്ചസ് വരാൻ പോകുന്നു, ലക്ക് വരാൻ പോകുന്നു എന്ന രീതിക്ക് എടുക്കാം. ആൻഡ് ഫ്ലവേഴ്സ് കാണുന്നുണ്ട്. ബി ജനറസ്, സക്സസ് ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആയോസ്. ഓക്കെ, ഇത് ഒന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം വരാൻ പോകുന്നു, സക്സസ് വരാൻ പോകുന്നു എന്ന രീതിക്കാണ്. അത് മാത്രമല്ല നിങ്ങളോട് പറയുന്ന മറ്റുള്ളവരോടും ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലതൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. എന്ന് വെച്ചാൽ എല്ലാവരോടും നിങ്ങളിപ്പോൾ ഈ പേഴ്സൺ വന്ന് പ്രപ്പോസ് ചെയ്ത് എല്ലാവരോടും അങ്ങനെയല്ല. ഓക്കെ, നിങ്ങളുടെ സന്തോഷം ജസ്റ്റ് ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ജസ്റ്റ് എന്താണോ സാധിക്കുക അങ്ങനെ നിങ്ങൾ മേ ബി ഇതൊരു ഡൊണേഷൻ്റെ കാര്യങ്ങളായ ചാരിറ്റി വർക്കിൻ്റെ കാര്യങ്ങളായിരിക്കാം. കുറച്ചൊക്കെ ചാരിറ്റി ചെയ്യുക, അതൊക്കെ നല്ലതാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നുണ്ട്. ഫുൾഫിൽമെന്റ് ഇസ് യുവേഴ്സ് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് എനർജി സറൗണ്ട്സ് യു. ആക്ച്വലി ഇവിടെയും പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ട്. എല്ലാത്തിലും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. സറൗണ്ട്സ് യു, ലവ്, ജോയ് ആൻഡ് ഗുഡ് ഫോർച്യൂൺ അവെയ്റ്റ്സ്. യെസ്, എല്ലാം പറയുന്ന ഒരേ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ അബണ്ടൻസ് വരുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ പേഴ്സണ് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരും എന്നുള്ളതാണ്. മേ ബി ചിലപ്പോൾ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മേ ബി നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി വേറെ വരും എന്നും നമുക്ക് പറയാം കുറച്ച് പേർക്ക്. കാരണം ഇവിടെ ന്യൂ ബിഗിനിങ് ഞാൻ പറഞ്ഞിരുന്നു, മേ ബി ഒരു എംബ്രേസ് ചേഞ്ച് എന്ന് പറയുന്നുണ്ട്. സോ മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു പുതിയ വ്യക്തി വരാനുള്ള സാധ്യതയുമാണ്. ഓക്കെ, അത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. എനിക്ക് അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി വേണോ അതോ നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി വേണോ, നിങ്ങളും ചിന്തിക്കൂ. ഓക്കെ, കാരണം ആ ഇപ്പം നമ്മൾ കണ്ട പ്രകാരം നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്റ്റക്കായിട്ടാണ് കാണുന്നത് അല്ലേ. സോ എനിവേ, നമുക്ക് പോസിറ്റീവ്നെസ് ഉണ്ട് ഇവിടെ. മുന്നോട്ട് ഫ്യൂച്ചർ പോസിറ്റീവ് ആണ് കാണിക്കുന്ന. കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ പ്രപ്പോസൽ തരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാവില്ല, അത് ഓർമ്മ വയ്ക്കാം. ഓക്കെ, ബട്ട് യെസ്, ഇവിടെ ഒരു പുതിയ തുടക്കം വരുന്നതായിട്ട് തീർച്ചയായിട്ടും കാണുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി. അവർ കുറച്ച് സ്റ്റാൻഡ് എടുക്കും, ഒരു മാറ്റങ്ങൾ വരുത്തും എന്ന് പറയാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ റീഡിങ് നമ്മളുടെ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി കാണും. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.